ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഓഗസ്റ്റ് 4 തീയതി മുതൽ 8 തീയതി വരെ 5 ദിവസത്തെ വിസിറ്റിന് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇതിനകത്ത് സുപ്രധാനമായിട്ടുള്ള ഒരു 6 എഗ്രിമെൻറ്റും കൂടി ഒപ്പുവയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഉണ്ടാവും എന്നാണ് വിലയിരുത്തൽ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ പുള്ളി ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ ഇന്ത്യയും ഫിലിപ്പൈൻസും കൂടി ചേർന്ന് സൗത്ത് ചൈന സീ ആ ഒരു മേഖലയിൽ ജോയിന്റ് പെട്രോൾ നടത്തുകയാണ്. അതായത് ഫിലിപ്പൈൻസിലെ പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഈ ഒരു 4-5 ദിവസവും ഈ ജോയിന്റ് പെട്രോളിംഗ് ഇന്ത്യൻ നേവിയും ഫിലിപ്പൈൻസ് നേവിയും കൂടി ചേർന്ന് ജോയിന്റ് പെട്രോളിംഗ് സൗത്ത് ചൈന സീ ഭാഗത്ത് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. ചൈന തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഫിലിപ്പൈൻസ് ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ നിന്നാണ് ഭീഷണി നേരിടുന്നത്. സൗത്ത് ചൈന സീയുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നിന്ന് ബ്രഹ്മോസ് മേടിച്ച് ഫിലിപ്പൈൻസ് അവരുടെ ബോർഡറിൽ നിർത്തിയിരിക്കുന്നത്. അത് ശരിക്കും ചൈനയെ എയിം ചെയ്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഇന്ത്യയിലുള്ള സോൾജേഴ്സ് ഒരു 838 പേർക്ക് യുണൈറ്റഡ് നേഷൻസിൽ മെഡൽ കിട്ടിയിട്ടുണ്ട്. ഈ മെഡൽ ഇന്ത്യൻ സോൾജേഴ്സിന് എന്തിനാണ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് സുഡാനിൽ സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 838 പേർക്കും കൂടി ഈ ഒരു മെഡൽ കിട്ടിയത്. ഇതിൽ 12 പേരോളം സ്ത്രീകളാണ്. ഇത് ഈ UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലുള്ള ഇത്രയും സോൾജേഴ്സ് UN പീസ് കീപ്പിംഗ് മിഷനിൽ സൗത്ത് സുഡാനിൽ പ്രവർത്തിക്കുന്നത്. ഇത് ശരിക്കും ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനിയും ഈ തീവ്രവാദികൾ നിറഞ്ഞു വാഴുന്ന ഈ സൗത്ത് സുഡാൻ, ഇസ്രായേൽ ലെബനാൻ ബോർഡറിലുള്ള ആ ഒരു പീസ് കീപ്പിംഗ് മിഷൻ, യൂറോപ്യൻ മേഖലയിൽ ഉക്രൈൻ റഷ്യയ്ക്കും ഇടയിൽ ഒരു പീസ് കീപ്പിംഗ് മിഷനെയൊക്കെ വെക്കാമെന്ന് അവർ സംസാരിക്കുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ ഇന്ത്യൻ സോൾജേഴ്സിനെ എന്തിനാണ് ഇങ്ങനെ കൊണ്ട് ഡിപ്ലോയ് ചെയ്യേണ്ട ആവശ്യം? ഇവരൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്ക് വല്ല സഹകരണങ്ങളും തരുന്ന ആൾക്കാർ തന്നെയാണോ യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് മിഷൻ? നമ്മൾ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് മിഷനെ ഈ POK ഭാഗത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപന ജംഗം വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലമായി. ഇപ്പൊ ഇന്ത്യ അതിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നില്ല. എവിടെ? POK ഭാഗത്ത്. അവിടെ പീസ് കീപ്പിംഗ് മിഷൻ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനായിട്ട് ബന്ധപ്പെട്ടത് വെക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിൽ ആ മെഡൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ആ മെഡലിന്റെ ഒരു ആവശ്യമില്ല. ശരിക്കും ഇന്ത്യൻ സോൾജേഴ്സിനെയൊക്കെ പിൻവലിക്കണം, അവരെ തിരിച്ച് ഇന്ത്യക്കുള്ളിൽ തന്നെ കൊണ്ടുവരണം. UN മൊത്തത്തിൽ തന്നെ കംപ്ലീറ്റ് അവിടെ നടക്കുന്നത് മൊത്തം അൽക്കുലത്ത് പരിപാടികളാണ്. അവർക്ക് ഫേവർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മാറി തീർന്നിരിക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ്. അതിന്റെ കീഴിൽ ഇപ്പൊ ഇന്ത്യൻ സോൾജേഴ്സിനെ പ്രവർത്തിപ്പിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായമാണ്. റഷ്യ ഒരു ആന്റി ഡ്രോൺ റൈഫിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യയുടെ സദൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട കുറച്ച് സ്റ്റുഡൻസിന്റെ ഐഡിയയിൽ രൂപപ്പെട്ടു വന്നതാണ്. അങ്ങനെ അതിൽ ഒരു സ്റ്റുഡന്റ് ഇതിനെ ലീഡ് ചെയ്ത് ആ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ഈ ഒരു റൈഫിൾ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മാനുഫാക്ചറിങ് റഷ്യ തന്നെയാണ്. റഷ്യൻ സ്റ്റുഡന്റ് ആണ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡന്റ് ആണ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ റൈഫിൾ മാനുഫാക്ചറിങ് ചെയ്തത്. ഇത് കൈകൊണ്ട് തന്നെ ഒരു തോക്കെടുത്ത് നേരെ മുകളിൽ വരുന്ന ഡ്രോണിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ കഴിയും. വേൾഡിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കണ്ടെത്തലാണിത്. ദ ഫസ്റ്റ് ഇൻവെൻഷൻ ഫോർ ആന്റി ഡ്രോൺ റൈഫിൾ റഷ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യ വേറൊരു വിഷയം കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ക്ലിനിക്കൽ ട്രയൽ, ക്യാൻസറിന്റെ വാക്സിൻ അവർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ 6-7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അതിന്റെ ക്ലിനിക്കൽ ട്രയൽ, അതിന്റെ ഹ്യൂമൻ ട്രയൽ നടത്താൻ പോവാണ്. അതായത് ഈ ഓഗസ്റ്റ് മാസം മുതൽ അതിന്റെ പെത്തോളജിക്കൽ ട്രയൽ ഹ്യൂമൻ ബോഡിയിൽ നടത്താൻ പോവാണ്. ക്യാൻസറിന്റെ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള പരീക്ഷണം. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള സുപ്രധാന കണ്ടുപിടുത്തമായിരിക്കും ഈ ഒരു ക്യാൻസറിന്റെ വാക്സിൻ എന്ന് പറയുന്നത്. റഷ്യ സ്കിൻ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ട്രയൽ ആദ്യം നടത്തുന്നത്. എനിവേ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരട്ടെ. ഇതിന്റെ ക്ലിനിക്കൽ ട്രയലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഇതിന്റെ യഥാർത്ഥ ആ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്ത്യൻ ആർമിക്കുള്ളിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ച. ഈ ചർച്ച വേറൊന്നും കൊണ്ടല്ല, പുതിയ ഒരു ഫൈറ്റർ ജെറ്റിനെ കൺസിഡർ ചെയ്താൽ എന്താണ് എന്നുള്ള രീതിയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഈ സൗത്ത് കൊറിയയുടെ KF-24 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടന്നത്. ജസ്റ്റ് ഇന്ത്യൻ ടെറൈനിന് വേണ്ടിയിട്ട് ഈ കോമ്പാറ്റബിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. 4.5 ജനറേഷൻ ആണ്, ഇതിന് 5th ജനറേഷൻ ആക്കി തരാൻ പറ്റും എന്നാണ് സൗത്ത് കൊറിയ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നടന്നത്. സൗത്ത് കൊറിയയുടെ ഫൈറ്റർ ജെറ്റ് ഇന്ത്യ മേടിക്കുന്നു എന്നുള്ളതല്ല വാർത്ത ഇന്ത്യൻ ടെറൈനിൽ ഇത് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷണലായിട്ട് കരുതിക്കൊണ്ടാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് പോയത്. അത് F-35 നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ റഷ്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോൾ പ്ലേ നടത്തുന്നത്.
Su-57 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. പക്ഷെ അതിലും ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു കോമ്പറ്റീറ്ററിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ റഷ്യയുമായിട്ട് കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് കൊറിയയെ കോമ്പറ്റീറ്ററായിട്ട് സൗത്ത് കൊറിയയെ കൊണ്ടുവരികയാണോ എന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ട് നമുക്ക്. നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു സാധനം നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കൗണ്ടർ ഓപ്ഷൻ കൂടി വേണമല്ലോ. അപ്പോൾ ആ കൗണ്ടർ ഓപ്ഷൻ ഉണ്ടെങ്കിലേ നമുക്കിപ്പോൾ F-35 നമ്മൾ മേടിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുത്ത സ്ഥിതിക്ക് റഷ്യയുമായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് നെഗോസിയേഷൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കോമ്പറ്റീറ്റർ വേണം എന്നുള്ള നിലയിൽ ഡിസ്കസ് ചെയ്തതാണോ എന്നും വരെ നമുക്ക് ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. സൗത്ത് കൊറിയയുടെ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കൺസിഡർ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ആർമിക്കുള്ളിൽ ചർച്ച നടത്തിയതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് റഷ്യ ഒരു സൂപ്പർ ഓഫർ ഇന്ത്യക്ക് വെച്ചിട്ടുണ്ട്. ആ ഓഫർ വേറെ ഒന്നുമല്ല, നമ്മൾ അഥവാ സുഖോയ് 57 ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീൽ സൈൻ ചെയ്ത ഉടനെ തന്നെ റഷ്യ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലുള്ള Su-35M കാറ്റഗറിയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റിനെ ഇന്ത്യക്കുള്ളിൽ കൊണ്ടു നിർത്തും. ഇത് ഫ്രീ ആണ്, ഫ്രീ, അൾട്ടിമേറ്റ്ലി ഫ്രീ. ഇന്ത്യ ഒരു ഡിസിഷൻ എടുക്കേണ്ട രീതിയിൽ റഷ്യ അവരുടെ പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് പുടിൻ്റെത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒരു രാജ്യങ്ങളും ഇങ്ങനെ ഒരു ഡീലൊന്നും ഇന്ത്യക്ക് അങ്ങനെ ഓഫർ ചെയ്യാറില്ല. റഷ്യ വളരെ വ്യക്തമായിട്ടുള്ള ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് Su-35M കാറ്റഗറിയിൽപ്പെട്ട ആ ഒരു ഫൈറ്റർ ജെറ്റ് ഇന്ററീമായിട്ട്, അതായത് ആ ഒരു ഇടക്കാല അളവിൽ, അതായത് ഇന്ത്യക്കുള്ളിൽ സുഖോയ് 57 മാനുഫാക്ചറിങ് ചെയ്ത് നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിന് മുമ്പായിട്ട് നമുക്ക് ഇന്ററീം ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ്, സുഖോയ് 57 ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്ത് ആർമിയിൽ എത്തിക്കാനുള്ള ടൈം ലൈൻ, ആ ഒരു ഗ്യാപ്പിലേക്ക് ഫ്രീ ആയിട്ട് സുഖോയ് 35M കാറ്റഗറിയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റ് ഫ്രീ ആയിട്ട് റഷ്യ തരും. ഇത്ര സ്ക്വാഡ്രൺ ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ത്യ ചോദിക്കുന്നത് തരും, അത്രേ ഉള്ളൂ. ഇതിലുപരിയായിട്ട് F-35 നമുക്ക് ടെക്നോളജി തരത്തില്ല, അവർ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും പോയിട്ട് F-35നെ റീഫ്യൂവലിംഗ് ചെയ്യാനുള്ള എയർക്രാഫ്റ്റ് വേറെ മേടിക്കണം. F-35യുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സാധനങ്ങൾ ഒരുപാട് മേടിക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് റഷ്യ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും ഈ സുഖോയ് 57ന്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇൻഡിജിനിയസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട മെജോറിറ്റി മിസൈലുകളെല്ലാം തന്നെ അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് റഷ്യ നമുക്ക് പണി തരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കുറേ ബെനിഫിറ്റുകൾ നമുക്ക് Su-57 പക്ഷെ ആ സാഹചര്യത്തിലാണ് ഇന്ത്യ സൗത്ത് കൊറിയയുടെ ഫ്ലൈറ്റിനെയും കൂടി കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നുള്ളത് നമുക്ക് തീരുമാനം വരുമ്പോൾ വൈകാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പുടിന്റെ ഓഫർ ഒരു മാസ് ഓഫറാണ്, ശരിക്കും നല്ലൊരു ഓഫറാണ്. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലും ട്രംപിന്റെ ഓഫീസ് സ്റ്റാഫുകളായിട്ടുള്ള ആൾക്കാരെല്ലാം ഇന്ത്യക്കെതിരെ ചറവറാ സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഡിപ്ലോമാറ്റിക്കലി ഒരു ഫെയിലിയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് India-US റിലേഷൻഷിപ്പിൽ. അതിനെക്കുറിച്ച് പറയാൻ കുറച്ചുണ്ട്. ഈ രീതിയിലുള്ള ശിൽബന്ധികളൊക്കെ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ വിടുകയാണ്. ഇത് ട്രംപിന്റെ എയ്ഡിൽ മുൻപ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, സ്റ്റീഫൻ മില്ലർ എന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് തന്നെ റഷ്യയെ ഉക്രൈൻ വാറിനെതിരെ ബൂസ്റ്റ് ചെയ്യുകയാണ് ഓയിൽ മേടിച്ചുകൊണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. പഴയ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, വീണ്ടും വീണ്ടും ഇങ്ങനെ പുതുക്കി സ്റ്റേറ്റ്മെന്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്കയ്ക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് അമേരിക്ക എന്തെല്ലാം സാധനങ്ങൾ എന്തെല്ലാം ക്വാണ്ടിറ്റിയിൽ എത്ര എമൗണ്ടുകൾക്കാണ് റഷ്യയുടെ ഉള്ളിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലിസ്റ്റ് സഹിതം പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യ. ഇതെല്ലാം തന്നെ ഗ്ലോബലി ഒരു ചാലഞ്ച് സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്ക ഇന്ത്യ ബന്ധം കൂടുതൽ വഷളാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഏഷ്യൻ സൈഡിൽ ഒരു ഡെലീമ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ ഡെലീമ ക്രിയേറ്റ് ആവാനുള്ള കാരണം അമേരിക്ക തന്നെയാണ്. ആ ഡെലീമ എന്താണെന്ന് പറഞ്ഞാൽ അത് ടെലവീവ് ന്യൂഡൽഹി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചെറുതായിട്ട് അവരുടെ ഡിപ്ലോമസി പാളിപ്പോയിരിക്കുകയാണ് എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു റൂമർ എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണ് എന്നുള്ള രീതിയിൽ ചർച്ച വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടെലവീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നമുക്ക് അതിശയോക്തിയാണ്. കാരണം ടെലവീവുമായിട്ട് അങ്ങനെ ഒരു പാളിച്ചയും വന്നിട്ടില്ല. ട്രംപ് ഇന്ന് വരെ ഹമാസിന്റെ October 7 കണ്ടംപ്റ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇസ്രായേൽ ജനസൈഡ് നടത്തുന്നില്ല എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ടെലവീവ് ഫെയിലിയർ ആണെന്ന് ഇവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഏഷ്യൻ സൈഡിൽ ഒരു കുക്ഡ് അപ്പ് ഡ്രാമ ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് തെഹ്റാനെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമാബാദുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കാൻ താല്പര്യപ്പെട്ട് തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്ന ട്രംപ്, ഇതാണ് ടാഗ് ലൈൻ. അത് തന്നെയാണ് പറയാനുള്ളത്. മസൂദ് പെസസ്കിയാൻ ഇസ്ലാമാബാദ് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു സ്വീകരണമാണ് പുള്ളിക്ക് കിട്ടിയത്. രണ്ടുപേരും കൂടി ഏതാണ്ട് 12ലധികം എഗ്രിമെന്റുകൾ ഒപ്പുവെച്ചതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. SSS ഡിഫൻസ്, SSS ഡിഫൻസ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള തോക്കുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. G72P കാറ്റഗറിയിൽപ്പെട്ട തോക്കുകളാണ് മാനുഫാക്ചറിങ് ചെയ്ത് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ കമ്പനിക്കാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ആ കമ്പനിയാണ് ഇപ്പം മൊത്തത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള തോക്കുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. ഇന്നലെയും കൂടി നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച്
ഒരു വാർത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒരു പേടി, ഇന്ത്യ രണ്ടാമതെങ്ങാനും ആക്രമണം നടത്തുമോ എന്നുള്ളൊരു പേടി. കാരണം അവർ ബോർഡർ ഏരിയയിലുള്ള തീവ്രവാദികളുടെ ഷെൽട്ടറുകളൊക്കെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തോതിലുള്ള ഷെൽട്ടറുകൾ, അത് ചെറിയ ചെറിയ ഷെൽട്ടറുകൾ, പണ്ടത്തെ പോലെയല്ല, അത്രയും എഫക്റ്റീവ് ആയിട്ടില്ല. എന്നിട്ട് 10-20 പേര് 24 പേര് കൂടുന്ന ഓരോ സംഘങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ തീവ്രവാദ ടെന്റുകൾ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ലോഞ്ച് പാഡുകളെല്ലാം തന്നെ അവർ തയ്യാറാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യൻ സർവൈലൻസിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വിവരശേഖരണം അനുസരിച്ചാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. അപ്പൊ ഇന്ത്യ എങ്ങാനും ഒരു ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടത്തുമോ എന്നുള്ളൊരു പേടി പാകിസ്ഥാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു മുൻകൂർ ജാമ്യം, ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ പാകിസ്ഥാൻ മുന്നോട്ട് നീക്കുകയാണ്. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി തന്നെ പഹൽഗാം അറ്റാക്കിൽ ഇന്ത്യ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു, അതിന് ഞങ്ങൾ സമാധാനപൂർവ്വമുള്ള മറുപടിയാണ് ഞങ്ങൾ കൊടുത്തത്. ഞങ്ങൾ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങിയില്ല. ഇനി ഇറങ്ങാനും നിങ്ങൾക്ക് കഴിയില്ല, അത് വേറെ കാര്യം. നിങ്ങൾ ഇറങ്ങി നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. കാല് പിടിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. എന്നാൽ ഇപ്പൊ പറയുന്നത് അവരെ സമാധാനത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയി എന്നാണ് അവർ പറയുന്നത്. ശരി, എന്തായാലും പറഞ്ഞോ. അപ്പൊ അതായത് തെളിവുകളുടെ അഭാവത്തിൽ പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിനെ പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തി. പക്ഷെ അതിനെ ഞങ്ങൾ സഹിച്ചിരിക്കുന്നു. അതിനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെളിവുകൾ കൊടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭീഷണിയല്ല, ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാലുപിടുത്തം. അതായത് നിങ്ങൾ ആദ്യം അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഒന്നും നടത്തിയില്ല, ഇനി നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി വീണ്ടും രണ്ടാമത് നിങ്ങൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും തെളിവുകൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാലുപിടുത്തം അതാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇന്ത്യക്കും ജപ്പാനും ഇടയിൽ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ആ പ്രോജക്റ്റ് ഇന്ത്യയിലാണ് നടക്കുന്നത്. മുംബൈ ടു അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആണ് ഈ ഒരു പ്രോജക്റ്റ്. ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1.08 ലക്ഷം കോടിയാണ്. അത്രയും ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അതിൽ ചെറിയ ലാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വീണ്ടും പ്രോജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ റീസ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സമയത്ത് ജപ്പാൻ നമുക്ക് ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിരിക്കുകയാണ്. 2 ബുള്ളറ്റ് ട്രെയിൻ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഒന്ന് E5 കാറ്റഗറിയിൽ പെടുന്നതും പിന്നെ ഒന്ന് E3 കാറ്റഗറിയിൽ പെടുന്നതും. ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ഷിൻകാൻസൻ മോഡലിൽ പെട്ട ബുള്ളറ്റ് ട്രെയിൻ ആണ് 2 ബുള്ളറ്റ് ട്രെയിൻ. ഷിൻകാൻസൻ ഫുൾ ഓപ്ഷൻ ബുള്ളറ്റ് ട്രെയിൻ ആണ് E5 എന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ സെമി ഷിൻകാൻസൻ കാറ്റഗറിയിൽ വരുന്നതാണ് E3 എന്ന് പറഞ്ഞ ബുള്ളറ്റ് ട്രെയിൻ. അപ്പൊ ഈ 2 ട്രെയിനും ഫ്രീ ആയിട്ട് ഇന്ത്യക്ക് തരാം എന്നാണ് ജപ്പാൻ വാഗ്ദാനം തന്നിരിക്കുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ്, ട്രസ്റ്റാണ്, 2 രാജ്യങ്ങളുടെയും ട്രസ്റ്റ് വൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ജപ്പാൻ പറഞ്ഞിരിക്കുന്നത്. ജപ്പാനും കുറച്ച് തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഈ അമേരിക്കയുടെ പുറകിൽ പോയിട്ട് അവന്മാർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ താങ്ങിത്തരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജപ്പാൻ ബോണ്ടൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത് അമേരിക്കൻ ട്രഷറിയിലാണ്. അതെല്ലാം തന്നെ ഇപ്പം ഓരോന്നായിട്ട് പതിയെ പതിയെ വിറ്റഴിക്കാനുള്ള തീരുമാനമാണ് ജപ്പാൻ എടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് പുള്ളി തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുക്കും, ഇച്ചിരി കാലതാമസം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ തിരിച്ചറിയും, അത് ഉറപ്പാണ്. കാരണം ഈ താരിഫിനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ ചാനൽ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് കൂടി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പം എന്തായാലും ഇതാണ് ജപ്പാന്റെ സൈഡിൽ നിന്ന് ഇന്ത്യക്ക് വന്നിരിക്കുന്ന ഓഫർ. US-ന്റെ താരിഫ് മൂലം നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാകുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം US-നെതിരെ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലരും അമേരിക്ക അടുത്ത് പോയിട്ട് താരിഫ് നെഗോഷിയേറ്റ് ചെയ്യണം, അതാണ് ഇതാണെന്നൊക്കെ സംസാരിച്ചാലും അവർ ഡൈവേഴ്സിഫൈ ചെയ്യാണ് അവരുടെ സെയിൽസും മറ്റുള്ള മാർക്കറ്റും കാര്യങ്ങളെല്ലാം ഏഷ്യൻ സൈഡിലും മറ്റുള്ള ഇതര രാജ്യങ്ങളുമായിട്ട്. താരിഫ് ഇല്ലാത്ത, ഡിമാൻഡ് കൂടുതലില്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുകയാണ്, വികസിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.